ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചെമ്മീൻ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി പെട്ടെന്ന് ഷെയർ ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഇതിൽ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള നല്ലൊരു സമ്മർ ക്യാമ്പ് ഐഡിയ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാം. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടി ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വെക്കേഷനാണ്. അപ്പോൾ വെക്കേഷനൊക്കെ എന്താ പരിപാടിയെന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം എല്ലാവരും വെറുതെ ഇരിക്കുമാവും. കുറേ പേരൊക്കെ നാട്ടിൽ പോകുന്നുണ്ടാവും. അപ്പം ഇവിടെ വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്കായിട്ട് നല്ലൊരു സമ്മർ ക്യാമ്പിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സമ്മർ ക്യാമ്പാണ്. അപ്പോൾ കോഡിംഗ് എന്ന് കേൾക്കുമ്പം ഇവിടെ പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇവിടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കോഡിങ്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അപ്പം പണ്ട് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു, എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ അതൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് അതിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആക്കണമെങ്കിൽ അന്ന് നമ്മൾ പഠിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞ് പഠിക്കണമായിരുന്നു. ഇന്ന് ഈ കോഡിങ് ഇവിടെ സ്കൂളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ രീതിയും വേറെയാണ് കേട്ടോ. അന്ന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കോഡിംഗ് ത്രൂ കുട്ടികൾക്ക് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ കാർട്ടൂൺ ഉണ്ടാക്കാനും അങ്ങനെ ഗെയിംസ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികൾ പഠിച്ചിട്ട് അവർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. അപ്പം കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കോഡിങ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മർ ക്യാമ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ UAE-ലുള്ള കുട്ടികൾക്കാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ഓൺലൈനാണ്. എന്തായാലും ഇപ്പം വെക്കേഷനിൽ മക്കൾ ഫുൾ ടൈം ഗെയിം കളിച്ചിട്ടും അല്ലെങ്കിൽ ആനിമേഷൻ മൂവീസ് കണ്ടിട്ടും കാർട്ടൂൺ കണ്ടിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അവർക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുകൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. അത് ഭാവിയിൽ അവർക്ക് യൂസ്ഫുൾ ആവും. അപ്പം താല്പര്യമുള്ളൊരു വെക്കേഷന് വേറൊരു പ്ലാനൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നാട്ടിലുള്ളവർക്കും അതുപോലെ ഗൾഫ് കൺട്രീസിലുള്ളവർക്കും എവിടെയാണെങ്കിലും എല്ലാവർക്കും ഓൺലൈൻ ത്രൂ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിന് താഴെയുള്ള പിൻഡ് കമൻറ്റിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യൂ. ബാക്കി ഡീറ്റെയിൽസൊക്കെ അവരോട് തന്നെ ചോദിച്ചു നോക്കൂ കേട്ടോ. I am going to share a link in the chat box. You are going to create a simple story now. Can you go through the link that I shared in the chat box? Yeah, now what? Okay, can you click on the create option? Create. Can you see at the top? Can you see Scratch? Have you heard about Scratch? This one? Yeah. Right side of that, can you see a create button? This one? Yeah. Click there. Yeah. Yes. അപ്പോൾ റോസ് ഇപ്പം സൈബർ സ്ക്വയറിൻ്റെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈബർ സ്ക്വയറിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. ലിറ്റിൽ കോഡർ തൊട്ടിട്ട് അഡ്വാൻസ്ഡ് കോഴ്സ് വരെയുണ്ട്. അപ്പോൾ റോസുവിന് ഇപ്പോൾ കൊടുക്കുന്നത് ബേസിക് കോഴ്സായിട്ടുള്ള ലിറ്റിൽ കോഡർ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. ഒരുപാട് വേറെയും കോഴ്സുകളുണ്ട് കേട്ടോ. ഓരോ കുട്ടികളുടെ പ്രായം അവരുടെ ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ടാണ് ഈ കോഴ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റോസുവിനെ പോലത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലത് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ലിറ്റിൽ കോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സാകും. അപ്പോൾ റോസുവിൻ്റെ ഈ ഒരു ഡെമോ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിറ്റിൽ കോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സും അതുപോലെ ഈ കിളികളെ എങ്ങനെ പറപ്പിക്കാം, അതിൻ്റെ സൗണ്ട് എങ്ങനെ കൊടുക്കാം, സീൻ എങ്ങനെ മാറ്റാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അധികം എഫേർട്ട് ആവശ്യമില്ലാത്ത, അധികം ലോജിക്കൊന്നും ആവശ്യമില്ലാത്ത ബേസിക്സ്, പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ സ്വന്തമായിട്ട് കോഡ് ചെയ്യാനും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും അറിയാണ്ട് പഠിക്കുവാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ റോസിന് തന്നെ ഇപ്പം പെട്ടെന്ന് അത് ചെയ്തപ്പോൾ അവൾക്ക് എന്താ പറയുക, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണോ എന്ന് വരെ അവൾ വിചാരിച്ചു പോയി. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുമ്പം അവർക്ക് ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കിൽസ് അവർ അറിയാണ്ട് തന്നെ അവർക്ക് കിട്ടും.
അപ്പോൾ ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ കോഡിംഗ് ഒക്കെ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിലെ ലോജിക്കൽ തിങ്കിങ്ങും അതുപോലെ കോൺസെൻട്രേഷൻ, മെമ്മറി പവർ, സെൽഫ് കോൺഫിഡൻസ് ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കോഡിംഗ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഭാവിയിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. Can you see start sound option here in the sound? Yeah. I'm going to place that one also here inside the forever. Can you hear the sound? Okay, so can you do this now? Yeah. Okay, very good. Can you share your screen, please? Place it just below the. Yeah, very good. Okay, now what you have to do next? It has to wait for some time, otherwise it will be very fast. For that, what you have to do? Place it just below the move. Just below the move. Okay, there also it's fine. അപ്പോൾ ഈ ഒരു സമ്മർ ക്യാമ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ പിൻഡ് കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെയിലി വ്ലോഗിലോട്ട് പോവാം. ഇന്നത്തെ പണികൾ ഇതൊക്കെയാണ്. ചെടിച്ചട്ടി ഒന്ന് മാറ്റി ഇടാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ച ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി കുഴിച്ചിടാനുണ്ടായിരുന്നു. ഞാൻ കുറേ തവണയായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ വാങ്ങിക്കും. ഒരു 1-2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേടൊന്ന് പോവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിലൊന്ന് ഷെയർ ചെയ്യണേ. എത്ര തവണ വെള്ളം ഒഴിക്കണം, വെയിലത്ത് വെക്കണോ അല്ലെങ്കിൽ എന്താ പറയുക അകത്ത് വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെക്കണോ, അതിൻ്റെയൊക്കെ ഒരു ഇത് ആർക്കെങ്കിലും നന്നായിട്ട് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിൽ ഷെയർ ചെയ്യണേ. ഞാൻ പല തവണയായിട്ട് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിക്കും, പക്ഷെ അത് കേടുവന്ന് പോവാറുണ്ട്. ഒരു 1-2 മാസം കഴിഞ്ഞാൽ കേടുവന്ന് പോവാറുണ്ട്. എനിക്കതിൻ്റെ കെയറിങ് നന്നായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ ചട്ടി മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഒരെണ്ണം അതാ ഇതുപോലത്തെ ഒരു ഇതിൽ വയ്ക്കുവാണ്, ബോക്സിൽ വയ്ക്കുവാണ്, അതേപോലെ തന്നെ വയ്ക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇനി മണ്ണിടണോ വേണ്ടേ എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു സ്പേസിൽ ഇതിനകത്തൊരു സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ മണ്ണിടണമെന്ന് അറിയില്ല. അപ്പം അതും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ, ഇങ്ങനെ വെച്ചാൽ മതിയോ എന്നുള്ളത്. ഇതപ്പോൾ അവിടെ കാണുന്ന വലിയ 2 ചട്ടി ഉണ്ടല്ലോ, അതിലും ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു. പക്ഷെ അത് ഒരു 1-2 മാസം കഴിഞ്ഞപ്പം അതൊക്കെ കേടൊന്നു പോയി. വലിയ പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെ കെയർ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് അതൊക്കെ കേടൊന്നു പോയി. അപ്പോൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ ഗ്രേവിയാണ്. അപ്പോൾ ഇതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നല്ലത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക, പുതിനയില ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എല്ലാം കുറേശ്ശെ മതി. അപ്പോൾ ഇത് 3 ഫസ്റ്റ് നമ്മളിട്ടിട്ട് എണ്ണയിട്ടിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും. ആ ഗ്രേവിക്കും കറിക്കും നമ്മുടെ കിച്ചൺ മൊത്തം നല്ലൊരു മണമായിരിക്കും. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്ത ശേഷം അതിലോട്ട് നമ്മൾക്ക് കുറച്ചധികം വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ പിന്നെ സവോള ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ലോണം സോഫ്റ്റായിട്ട് വരുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 സവോളയിലേക്ക് ഒരു തക്കാളി മതി കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വഴണ്ട് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചെമ്മീൻ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ചെമ്മീൻ ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/4 കിലോ ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ഒരുപാട് വേണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരെ ചെമ്മീൻ ഈ ഒരു ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുന്നതിലും നല്ലത് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത പാടന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് എണ്ണയിൽ വേണം ഫ്രൈ ചെയ്യാൻ. കാരണം ഈ എണ്ണ നമ്മൾ നേരെ ഈ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണയിൽ ചെയ്യരുത്. ഇതുപോലെ എണ്ണ ചൂടായ ശേഷം ഇതുപോലെ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്.
പലർക്കുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ കറിയിലോട്ട് നേരെ ചെമ്മീൻ ഇട്ട് കൊടുക്കും. അപ്പം ആ ചെമ്മീൻ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ വെള്ള കളറിലേക്കും കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിടുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. കാരണം എരിവ് വേണ്ട, നമുക്കിതിൽ കളറാണ് വേണ്ടത്. അപ്പം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ ആ ഒരു പച്ചച്ചുവൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. എന്നിട്ട് നമുക്കിതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും ചെമ്മീൻ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അവിടെ കുക്കാക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീനൊക്കെ ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചെമ്മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാതെ ചേർക്കുമ്പം ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണയിൽ വേണം ഫ്രൈ ചെയ്യാൻ, എന്നാലേ നമുക്ക് ആ എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ആ ചെമ്മീൻ്റെ ഫുൾ ഫ്ലേവർ ഈ എണ്ണയിലായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു പ്രത്യേക ഒരു മണമായിരിക്കും ആ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ചെമ്മീനിൽ നല്ല കളറൊക്കെ വന്നത്. അപ്പം ചിലർക്ക് ഇങ്ങനെ റോസ്റ്റ് ആയിട്ടായിരിക്കും വേണ്ടത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം വെള്ളം ഒഴിക്കാണ്ടിരുന്നാൽ മതി. പിന്നെ ഇനിയിപ്പം കുറച്ചൊരു ഗ്രേവി പോലെ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്ത ശേഷം വേണം ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ പിന്നെ ഗ്രേവി അധികം കട്ടി ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. അത് മസ്റ്റാണ്. എന്നാലേ നമുക്ക് എരിവ്, പുളി, മധുരം ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങൾ അയ്യെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റാണ് ചേർത്ത് കൊടുക്കുമ്പോൾ. നല്ലൊരു ടേസ്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റാണ് ചെമ്മീൻ കറിയിലോട്ടൊക്കെ പ്രത്യേകിച്ച് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് പുതിനയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല മണമായിരിക്കും, ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. ആ ഒരു ഉപ്പ്, പുളി, മധുരം ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് നല്ലൊരു മണമായിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അതിൻ്റെ ഞാൻ മുമ്പൊരു പൊറോട്ടയുടെ കൂടെ ഈ ഒരു കറി ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി എന്താണെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയുള്ള സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ ഗ്രേവി. ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ റോസ്റ്റ് ഒക്കെ ആണെങ്കിലും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. അതേപോലെ തന്നെയാണ് ചെമ്മീൻ്റെ കേസും. ഒന്ന് ഫ്രൈ ആയിട്ട് നമ്മൾ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആകും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ ഗ്രേവി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ചെയ്തറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടോ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, ചെമ്മീനൊക്കെ നല്ല കളറിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ കറിയിൽ നേരിട്ട് കൊടുക്കുമ്പോൾ ചെമ്മീൻ്റെ കളറൊക്കെ ചിലപ്പോൾ വൈറ്റ് കളർ അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ ആയിരിക്കും. നല്ല തിക്കായിട്ട് നല്ല അടിപൊളി കളറിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മക്കളുടെ വിശേഷങ്ങൾ കാണാം. റൂഹിമോൾക്കിപ്പം റോസുവിനോടാണ് ഭയങ്കരമായിട്ട് ഈ കളിക്കുന്ന കാര്യത്തിലൊക്കെ കൂട്ടിട്ടോ. റീന അവൾക്ക് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ എടുത്ത് നടക്കാനൊക്കെ റീൻ്റെ പുറകെ നടക്കും. അല്ലാത്ത സമയത്തൊക്കെ റോസുവിൻ്റെ പുറകെ ആയിരിക്കും നടക്കുന്നത്. റോസു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അലമ്പാക്കാൻ പോവും. ഇതിപ്പോൾ കളിക്കുമായിരുന്നു റോസു, ഒറ്റയ്ക്കായിട്ടാണ് കളിക്കുന്നത്. അപ്പം അതെടുത്തിട്ട് എല്ലാം കൂടി പരത്തിയിട്ടു അതിൻ്റെ മുകളിലൂടെ നടക്കുവാണിപ്പം. ആദ്യമൊക്കെ റോസ് ഒന്ന് കരഞ്ഞു, പിന്നെ അവളും അതിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ട് കളിക്കുമായിരുന്നു. റൂയിമോൾ നടക്കാൻ പഠിച്ച ശേഷം ആദ്യമായിട്ടാണ് ഷൂ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഷൂ ഇട്ട് നടക്കുന്നത്. അപ്പോൾ അധികം ഷൂ ഇട്ട് നടക്കാനൊന്നും അറിയില്ല. മുമ്പ് എപ്പോഴോ വാങ്ങിച്ച ഷൂ ആയിരുന്നു, വെറുതെ ഇട്ട് കൊടുത്തപ്പം അവൾ അതുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പാർക്കിലോട്ട് പോവുകയാണ്. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ അധികം തിരക്കൊന്നുമില്ല, ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ.
കുട്ടികൾക്കൊന്ന് ഫ്രഷ് എയർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുവാണ്. കുറേ ആയിട്ട് റൂമിനകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയാണ്ടാണ്. അപ്പോൾ ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരു പാർക്കാണ്. ആളുകളൊന്നുമില്ല കേട്ടോ, തിരക്കൊന്നുമില്ല, നല്ല വൃത്തിയുള്ള പാർക്കുമായിരുന്നു. സ്ഥലമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം റൂയിമോൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഊഞ്ഞാലയിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പാർക്കിലൊന്നും പോയിട്ടൊന്നുമില്ല അവളും കൊണ്ട്. അപ്പോൾ കയ്യിൽ സാനിറ്റൈസറൊക്കെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പുറത്ത് നല്ല ചൂടുണ്ട്, എന്നാലും കുട്ടികൾ കുറേ ആയിട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലും കുറേ ഓടി ചാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം വിചാരിച്ചു കുറച്ച് നേരം മക്കളങ്ങനെ ഊഞ്ഞാലയിൽ ആട്ടിക്കൊടുത്ത ശേഷം പോവാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ തന്നെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇക്ക എന്തോ ജ്യൂസ് എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എല്ലാവർക്കും ദാഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ആരും ഇല്ലായിരുന്നു കേട്ടോ, 1-2 ഫാമിലി അവിടെ ഇവിടെ ഉണ്ടായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് മാസ്കൊക്കെ അഴിച്ചിട്ട് തന്നെ നമുക്ക് നടക്കാമല്ലോ. റൂയിമോളാണെങ്കിൽ നടത്താൻ പഠിച്ച ശേഷം ഇപ്പോൾ അതെങ്ങനെയാണ് ആദ്യമായിട്ടാണ് പാർക്കിലൊക്കെ വരുന്നത്. അവൾ അറിയാണ്ട് നിരങ്ങി പോവുക കേട്ടോ, മുട്ടുത്തി പോവാണ്. സാനിറ്റൈസറും കൊണ്ട് നടക്കുന്നത്. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ, നമ്മൾ അറിയാണ്ടതൊക്കെ ചെയ്തു പോവും. അപ്പോൾ ഒറ്റയ്ക്ക് നടക്കുവാണ്. ഒറ്റയ്ക്ക് നടക്കുന്നതിൻ്റെ സന്തോഷം കേട്ടോ. മറ്റേ രണ്ടുപേരും കണ്ടോ ഓടുന്നത്. അവർക്ക് കുറേ നാളുകൾക്ക് ശേഷം പാർക്കിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. നാട്ടിലാണെങ്കിൽ മുറ്റത്തേക്കെങ്കിലും ഇറങ്ങാമല്ലോ, ഇതിപ്പം നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പുറത്തേക്ക് വന്നപ്പം അവർ പ്രത്യേക ഒരു സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ചെയറൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്, എന്നാലും മക്കൾക്കതൊരു റിലാക്സേഷൻ ആയിരുന്നു. അവിടെ ഇക്ക ജ്യൂസ് വാങ്ങിക്കാൻ പോയ ആൾ സാൻഡ്വിച്ചും കൊണ്ടാണ് വന്നിട്ടുള്ളത്. സാൻഡ്വിച്ചും ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ ഓൾറെഡി കഴിച്ചതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കാണിട്ട് ഒരു പൂച്ചതേ അവിടെ വന്നിട്ടുണ്ട്. റൂയിമോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.